എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈൻ. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കുണ്ട്. ഒരു ട്രേഡർക്ക് ആവശ്യമായ എല്ലാ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളതിൽ എല്ലാ ദിവസവും പങ്കുവയ്ക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 2025 മെയ് 20 ചൊവ്വാഴ്ച ബെഞ്ച് മാർക്ക് ഇന്ത്യൻ ഇക്വിറ്റി ഇൻഡെക്സുകൾ ഇന്ന് കുത്തനെ ഇടുകയാണ് ചെയ്തത്. BSE സെൻസെക്സ് വന്നിട്ട് 872 പോയിന്റ് അഥവാ 1.06% ഇടിഞ്ഞ് 81,186 ക്ലോസ് ചെയ്തു. ഇന്ന് ഇൻഡെക്സ് 82,250 മുതൽ 81,153 വരെയായിരുന്നു ട്രേഡിംഗ് നടത്തിയത്. ട്രേഡിംഗ് ഗ്യാപ്പ് വന്നിട്ട് ആ ഒരു 81,151 മുതൽ 82,250 വരെയാണ്. എന്നാൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 261 പോയിൻ്റാണ് ഇടിഞ്ഞിരിക്കുന്നത്. അഥവാ 1.05% 24,683 ക്ലോസ് ചെയ്തു. ടാറ്റ സ്റ്റീൽ, ഇൻഫോസിസ്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ് എന്നിവ ഒഴികെ സെൻസെക്സിലെ മറ്റ് എല്ലാ ഷെയറുകളും നഷ്ടത്തിലാണെന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എറ്റേണൽ 4.24%, മാരുതി സുസുക്കി 2.7%, അൾട്രാടെക് സിമെൻറ്റ് 2.4%, പവർ ഗ്രിഡ് 2%, നെസ്ലെ ഇന്ത്യ 1.9 എന്നിവയൊക്കെ ഇതിൽ കൂടുതൽ നഷ്ടം നേരിട്ട സ്റ്റോക്കുകളാണ്. മൊത്തത്തിൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് ഇന്ന് നെഗറ്റീവായിട്ടായിരുന്നു. ഡോളർ മാർക്കറ്റും ഇന്ന് നെഗറ്റീവായി തുടർന്നു. BSEയിൽ ട്രേഡിംഗ് നടന്ന 4,104 സ്റ്റോക്കുകളിൽ 2,522 എണ്ണവും നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. ബ്രോഡർ മാർക്കറ്റിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് 1.62%, സ്മോൾ ക്യാപ്പ് 0.94% ഇടിഞ്ഞിട്ടുണ്ട്. സെക്ടർ ബേസിലാണ് ഇന്ന് സെല്ലിംഗ് പ്രഷർ കൂടുതലായി പ്രകടമായത്. നിഫ്റ്റി ആട്ടോ 2.17% ഇടിഞ്ഞപ്പോൾ അത് ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ട ഇൻഡെക്സായി. മറ്റെല്ലാ സെക്ടറൽ ഇൻഡെക്സുകളും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വിക്സ് 0.12% ഉയർന്ന് 17.39 ക്ലോസ് ചെയ്തു. പ്രധാന പോസിറ്റീവ് ഘടകങ്ങളുടെ അഭാവവും അതുപോലെ US സാമ്പത്തിക സ്ഥിരതയെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും കാരണം ഇന്ന് ഇൻവെസ്റ്റേഴ്സ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താൻ തീരുമാനിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ഇന്ത്യ US വ്യാപാര കരാറിൽ കൂടുതൽ വ്യക്തതയ്ക്കായി പാർട്ടിസിപ്പൻസ് കാത്തിരിക്കുന്നുണ്ട്. അതും സെല്ലിംഗ് പ്രഷറിന് കാരണമായിട്ടുണ്ട്. നിലവിലെ പ്രീമിയം മൂല്യനിർണ്ണയങ്ങളും വ്യാപാര കരാറിലെ കാലതാമസവും കണക്കിലെടുക്കുമ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ FIAs കുറച്ച് ദിവസത്തേക്ക് വിട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുകയോ ചെയ്യാനുള്ള സാധ്യത വരും ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കണം. 2 ദിവസത്തെ കൺസോൾട്ടേഷന് ശേഷമാണ് ഇന്ന് നിഫ്റ്റി ഇടിഞ്ഞത്. അത്യാവശ്യം സെല്ലിങ്ങും ദുർബലമായ മാർക്കറ്റ് മൂഡും ഇതിന് കാരണമായി എന്ന് പറയാം. പ്രത്യക്ഷത്തിൽ ഇതൊരു ഇടിവായി നമുക്ക് രേഖപ്പെടുത്തിയാലും ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുകയാണെങ്കിൽ റിമെയിൻ സ്ട്രോങ് ആയി തുടരുന്നുണ്ട്. ഡെയിലി ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ 21 ദിവസത്തെ EMAയിലേക്ക് കൂടുതൽ താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഡെയിലി ടൈം ഫ്രെയിമിൽ RSIയിലെ നെഗറ്റീവ് വ്യതിയാനം ഒരു ബാരിഷ് സെൻറ്റിമെൻറ്റിന് ആക്കം കൂട്ടിയിട്ടുണ്ട് എന്ന് പറയാം. നിഫ്റ്റി 24,700 താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ റിവേഴ്സൽ ആവാൻ കുറച്ച് കൂടുതൽ സമയമെടുക്കുമെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അഥവാ 24,300 താഴാനും സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാലും ഇൻഡെക്സ് 24,700 മുകളിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതൊരു കൺസോളിഡേഷൻ ഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവിൻ്റെ സൂചനയായി നമുക്ക് കണക്കാക്കാം. കഴിഞ്ഞ ദിവസം അതായത് നമ്മൾ ഇന്ന് വാച്ച് ചെയ്യാനുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ പറഞ്ഞിരുന്നു. നമുക്ക് അതൊന്ന് വാച്ച് ചെയ്യാം. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 25,001 പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് താഴത്തേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം നമുക്ക് ഈ ഒരു ക്യാൻഡിലാണ് ക്രോസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ നിന്ന് മെഷർമെൻ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 190ഓളം പോയിൻറ്റിൻ്റെ റാലി നിഫ്റ്റിയിൽ നടന്നിട്ടുണ്ട്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻഡിലാണ് ക്രോസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ നിന്ന് മെഷർമെൻ്റ് എടുക്കുകയാണെങ്കിൽ 200 പോയിൻറ്റിൻ്റെ റാലി ബാങ്ക് നിഫ്റ്റിയിലും നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻസെക്സിലും നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നേരത്തെ ഉള്ള ക്യാൻഡിൽ തന്നെ കുറച്ച്, അതായത് സെക്കൻഡ്, അതായത്
കാലിന് തന്നെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് മെഷർമെൻറ്റ് താഴെ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും സെൻസെക്സിൻ്റെ എക്സ്പയറി ഡേ കൂടിയായിരുന്നു എന്ന് ഒരു 650 പോയിൻറ്റിൻ്റെ റാലി സെൻസെക്സിൽ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും ഇന്ന് നമുക്ക് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമുക്കൊന്ന് വാച്ച് ചെയ്യാം. സപ്പോർട്ടായിട്ട് നമുക്ക് നെക്സ്റ്റ് ഈ ഒരു റേഞ്ച് തന്നെയാണ് 80,650. ഓക്കെ, ഇതിന് താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി. 80,650 റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് ഈ ഒരു സോണിൽ വാച്ച് ചെയ്യാവുന്നതാണ്. 81,770. അപ്പോൾ സെൻസെക്സിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. അതേപോലെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്കൊരു വ്യക്തതയ്ക്കായി ഇതിന് താഴെ 54,430 അല്ലെങ്കിൽ 440 ആ ഒരു റേഞ്ച് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിങ്ങിൽ നിന്ന് നോക്കാം 55,020. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു സ്വിങ് ഹൈയിൽ നിന്ന് നമുക്ക് നോക്കാം 55,000 ഇത്ര മുകളിലേക്ക് പോകണ്ട, 55,095, 55,100 ആ ഒരു റേഞ്ചിൽ വാച്ച് ചെയ്താൽ മതി. അതേപോലെ തന്നെ നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് ഈ ഒരു സോൺ വയ്ക്കാം 24,500. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സിംഗയിൽ നിന്ന് നമുക്ക് നോക്കാം 24,820. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ ഇങ്ങനെയും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വാച്ച് ചെയ്യുക. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ വാച്ചിങ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. നാളെ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക് ഔട്ട് നടത്തുന്നുണ്ടെന്നുള്ളത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.